ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ പരാതിയുമായി നൃത്ത അധ്യാപിക രംഗത്ത് വന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസായി 3500 രൂപ വാങ്ങി. സ്റ്റേഡിയത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നതായി നൃത്ത അധ്യാപിക 24നോട് പറഞ്ഞു. പിള്ളേരില് ഈ നട്ടപ്പൊരി വെയിലത്ത് ടാർ റോഡിൽ നിന്ന് അവര് ജസ്റ്റ് ഒരു കുട്ടിയുടെ 3600 രൂപ വെച്ച് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും അവർക്ക് ഒരു തുണിയുടെ പന്തിലിടേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്ക് കുടിവെള്ളം കൊണ്ടുവന്നത് അകത്തുനിന്ന് നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ മേടിച്ചിട്ട് കുടിക്കാൻ വെള്ളം മേടിച്ച് കുട്ടികൾ നടക്കുന്ന വഴിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത കുട്ടികൾ നടന്നേ. ഇവിടെ വെള്ളമില്ല, ഒന്നുമില്ല. ഒരു സുരക്ഷയിൽ ആരെങ്കിലും ഒരു കൊണ്ട് ബോംബ് വെച്ചിരുന്നെങ്കിൽ കൂടെ അത് പൊട്ടിത്തേർന്ന് എല്ലാം കൂടി ചത്തകളയായിരുന്നു. 2 ഫയർഫോഴ്സ് അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 ആംബുലൻസിനെ കണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെ ടോട്ടൽ 12,000 സംതിങ് കുട്ടികളുണ്ട്. അവരുടെ 12,000-ൽ ഒരു കുട്ടിയുടെ കൂടെ ഒരു 3-4 പേര് വെച്ച് കണക്കാക്കിക്കോ. ഇവിടെ ഈ സ്റ്റേഡിയം ഫുള്ളായിരുന്നു. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ളായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു സേഫ്റ്റിയും അവരോട് ചെയ്തിട്ടില്ല. കുട്ടികൾ തളർന്ന് കിടക്കുക ചെയ്തേ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംഘാടകരെ കുറിച്ച് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പരാതികൾ ഉയർന്നതാണ്. നട്ടപ്പൊരി വെയിലത്ത് ഈ കുട്ടികളെ യാതൊരു സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്ന് മാത്രമല്ല 3500 രൂപയോളം രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ പിരിച്ചെടുത്തു എന്ന ആക്ഷേപം, ഗുരുതരമായ ആക്ഷേപമാണ്. അത് 12,000-ഓളം കുട്ടികളിൽ നിന്ന് 3500-ഓളം രൂപ എന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ കുട്ടികളോടൊപ്പം വന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏതാണ്ട് ഒരു 3ഓളം ആളുകൾ ഈ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളായി വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി അവരെല്ലാവരും തന്നെ ഫീസ് വാങ്ങിയാണ് അകത്തേക്ക് കയറിയിരുന്നത്. കുടിവെള്ളം പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതെല്ലാം തങ്ങൾ കൊടുത്തുകൊള്ളാമെന്നും പറഞ്ഞുവെന്ന് ഈ നൃത്താധ്യാപിക 24നോട് വെളിപ്പെടുത്തുകയാണ്. അവരുടെ പേര് വിവരങ്ങൾ തൽക്കാലം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല. വേണമെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു കച്ചവടമാണ് നടന്നത്. അങ്ങനെ ഒരു കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ കച്ചവടം നടത്തിക്കോട്ടെ, പക്ഷേ അങ്ങനെ ഒരു കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. സ്റ്റേജിൻ്റെ വിന്യാസം അതുപോലെ വേണം. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ തന്നെ ഈ പണം പൂർണ്ണമായി ആളുകളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുകയാണെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. എന്തായാലും 12,000-ഓളം കുട്ടികൾ അവിടെ വന്ന് നൃത്തം കളിച്ച് ഗിന്നസ് റെക്കോർഡ് എന്ന തരത്തിലാണ് ആളുകൾ എല്ലാവരും വന്നത്. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് അവിടേക്ക് വന്നത്. അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കുട്ടികൾ വന്നിരുന്നു. എന്തായാലും ഈ നൃത്തം കളിക്കാൻ, ഡാൻസ് കളിക്കാൻ വന്ന കുട്ടികൾക്കൊന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കിയില്ല. പൊരിവേലത്ത് നിർത്തി അതിനുശേഷം തളർന്നു വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നാണ് അധ്യാപകർ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. എസ് കെ. താങ്ക് യു.